കൊച്ചമറ്റം ഫിനാൻസ് സ്മാർട്ട് കേരള 2015 വീണ്ടും സ്വാഗതം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ദുരവസ്ഥയ്ക്ക് കാരണം തേടിയുള്ള ഈ പരിപാടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ KSRTCയെ സംബന്ധിച്ച വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. കഴിഞ്ഞ എപ്പിസോഡിലെ ചർച്ചയിൽ ഉയർന്ന അഭിപ്രായ പ്രകടനങ്ങൾ പരിശോധിക്കാം. കേരളത്തിൽ ഓടുന്ന വണ്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും കിലോമീറ്റർ ഓപ്പറേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വേണം കളക്ഷൻ വർദ്ധിപ്പിക്കാൻ. നിത്യദാരിദ്ര്യത്തിലും നിത്യനഷ്ടത്തിലും പോകുന്ന ഷെഡ്യൂളുകൾ നിർത്തലാക്കി. അത് ഗവൺമെൻറ് ഒരു പോളിസിയാണ്. മറ്റൊരു സംവിധാനത്തെക്കുറിച്ച് KSRTC ആലോചിക്കേണ്ട കാലമായി. KSRTCയിൽ ഏറ്റവും ഇന്നത്തെ പ്രതിസന്ധിയുടെ തുടക്കം അദ്ദേഹത്തിൻ്റെയും മകൻ്റെയും ഭരണകാലമാണ്. ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ മുൻ ഗതാഗത മന്ത്രി ശ്രീ മാത്യു ടി തോമസ്, KSRTC എംപ്ലോയീസ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ശിവകുമാർ, KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ സുശീലൻ മണവാരി, കൺസ്യൂമർ വിജിലൻസ് സെന്റർ ജനറൽ സെക്രട്ടറി ശ്രീ A. അയ്യപ്പൻ നായർ, KSRTC ഡയറക്ടർ ബോർഡ് അംഗവും INTUC നേതാവുമായ ശ്രീ R. ശശിധരൻ, KSRTC റിട്ടയർഡ് വിജിലൻസ് ഓഫീസർ ശ്രീ S. വസുന്ധരൻ പിള്ള. ഈ വിഷയം പഠിച്ച് ഇവിടെ റിപ്പോർട്ട് ചെയ്ത കേരള കൗമുദി ലേഖകൻ കോവളം സതീഷ് എന്നിവരാണ്. ഇവരെ കൂടാതെ ഗതാഗത മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ഗതാഗത മന്ത്രി ശ്രീ R. ബാലകൃഷ്ണപിള്ള, കൺസ്യൂമർ എഡ്യൂക്കേഷൻ സെന്റർ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ഡിജോ കാപ്പൻ എന്നിവർ അഭിപ്രായങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ചർച്ചയിലേക്ക് കടക്കും മുൻപ് KSRTCയിലെ ജീവനക്കാരുടെ മനോഭാവം, അഴിമതി എന്നിവ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കാണാം. ഫോക്കസ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയായിരുന്നു ഇതുവരെ KSRTC മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന്. കാട്ടിലെ തടി തേവരഡാന എന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കും വിധമാണ് KSRTCയുടെ നടത്തിപ്പ്. സർവീസുകൾ മുടക്കാതിരിക്കുക, യാത്രക്കാരോട് മാന്യമായി ഇടപെടുക, ഇത്തരം കാര്യങ്ങൾ KSRTCക്കും അതിലെ ജീവനക്കാർക്കും പരിചയമില്ലാത്തതാണ്. ബസ്സിൽ കയറുന്നവർ ചില്ലറയുമായി കയറിയില്ലെങ്കിൽ നാവിൽ സരസ്വതി വിളയാട്ടം നടത്തുന്ന കണ്ടക്ടർമാർ, ഇവിടെ കൈ കാണിച്ചാൽ അവിടെ കൊണ്ടു നിർത്തിയിട്ട് യാത്രക്കാർ ഓടി അലയുന്നത് റിയർവ്യൂ മിററിലൂടെ കണ്ടാസ്വദിക്കുന്ന ക്രൂര വിനോദക്കാരായ ഡ്രൈവർമാർ, ഇതൊക്കെയാണ് KSRTC എന്ന് കേൾക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ആദ്യം മനസ്സിൽ തെളിയുന്ന ചിത്രം. എന്നാൽ ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങാണ് അണിയറയിൽ നടക്കുന്ന നിഴൽക്കുത്തുകൾ. പറഞ്ഞു വരുന്നത് തസ്കര വീരന്മാരെ പോലും അമ്പരപ്പിക്കുന്ന അഴിമതി വീരന്മാരെ കുറിച്ചാണ്. KSRTC നഷ്ടത്തിലായാലും പൂട്ടിക്കെട്ടിയാലും ഇത്തരക്കാർക്ക് ഒരു ചുക്കുമില്ല. വൈക്കത്ത് ഒരു പമ്പ് ഞാൻ പരിശോധിച്ചു. വൈക്കത്ത് നടിക്കുന്ന വണ്ടിക്കെല്ലാം പുകയും പൊട്ടനും ചീറ്റലും. അപ്പോൾ എനിക്കൊരു റിപ്പോർട്ട് കിട്ടി ഞങ്ങളുടെ ഇൻ്റലിജൻസിൻ്റെ, ഞങ്ങളുടെ MD അന്ന്. സാർ എന്തോ വൈക്കത്ത് കുഴപ്പമുണ്ടെന്ന്. ഒരു ഞാൻ രാത്രി പോയപ്പോൾ ആരോട് പിന്നെ അവിടെ ഇറങ്ങി അടിക്കാൻ പറഞ്ഞപ്പോൾ ഇവരൊന്ന് വരണ്ടു ഡീസൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ 20% അതിനകത്ത് വെള്ളമാണ്, മനഃപൂർവ്വം ചേർക്കുന്നതാണ്. ഡീസലിന് 20% വെള്ളം കൊണ്ടുവരുന്നതിനകത്തുനിന്ന് മോട്ടിക്കാറുണ്ടാവും. 2-3 പേരെ പിടികൂടി സസ്പെൻഡ് ചെയ്തു. ഡീസൽ പമ്പെല്ലാം നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് കിലോമീറ്റർ കൂടാൻ തുടങ്ങി. വണ്ടിയുടെ കിലോമീറ്റർ കൂടാൻ തുടങ്ങി. കിലോമീറ്റർ കൂടുന്ന ഒരു വലിയ കാര്യമാണ്. ഞാൻ വരുമ്പോൾ 2.5 കിലോമീറ്റർ ആയിരുന്നത് ഞാൻ പോകുമ്പോൾ 4 കിലോമീറ്റർ വരെയായി പെർ ലിറ്റർ. അപ്പം ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ഭരിച്ച്, ഇതിനെപ്പറ്റി അറിയാവുന്ന ആളെന്നുള്ളതിലേക്ക് ഭരിച്ച്. അതിന് പറയുന്നത് എന്താ, യൂണിയൻകാർ മന്ത്രി ഇടപെടുന്നു. ഏതാ വെള്ളം നിറച്ചത് കണ്ടുപിടിക്കാൻ മന്ത്രി ഇടപെടുന്നു. ഉടനെ പത്രക്കാരെല്ലാം കൂടെ മന്ത്രി ഇടപെടുന്നു. വൈക്കത്തുകാർ തിരികെ കയറി. അവർ കണ്ടവരെ കണ്ട പോലെ കണ്ടപ്പോൾ കണ്ട പോലെ കണ്ട് അങ്ങനെ തിരികെ കയറി. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഈ വൈക്കം തന്നെ ഞാൻ പറഞ്ഞ ഇത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. സ്പെയർ പാർട്ടുകൾ വാങ്ങുന്നതിൽ കാൽ കാശിന് വരുമാനമില്ലാത്ത ചില റൂട്ടുകളിൽ സർവീസ് നടത്തി സ്വകാര്യ ലോബിയെ സഹായിക്കുന്നതിൽ എല്ലാം ചിലരുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾക്കാണ് മുൻതൂക്കം. ഒരു ബസിന്റെ കാലാവധി 15 വർഷമായി നിശ്ചയിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യുകയും സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്താൽ 20 വർഷം വരെ സർവീസിന് ബസ് ഉപയോഗിക്കാനാകും. അതിന് ഒരു ശ്രമവും ഇതുവരെ നടത്തിയിട്ടില്ല. ബസിന്റെ ഷാസി വാങ്ങുന്നതിന് 2 ലക്ഷം രൂപ വരെയാണ് കമ്മീഷൻ ലഭിക്കുന്നത്. 8 വർഷത്തിനിടെ 3728 ഷാസിയാണ് വാങ്ങിയത്. ഒരു മാസം മുൻപ് വരെയും കോർപ്പറേഷൻ സർവീസിന് ഉപയോഗിച്ചിരുന്നത് 4500 ബസ്സുകൾ മാത്രമാണ്. ഒരു ബസിന്റെ കാലാവധി 15 വർഷമാണെങ്കിൽ ഒരു വർഷം പരമാവധി 300 ബസ് വാങ്ങിയാൽ മതിയാകും. എന്നാൽ വർഷം തോറും 500-ലധികം ബസ്സുകളാണ് വാങ്ങിക്കൂട്ടുന്നത്. എന്തിന്? വാങ്ങിയ ഷാസികൾ ഉപയോഗിക്കാതെ വള്ളിച്ചെടികൾ പടർന്നു കയറിയ ചരിത്രവുമുണ്ട്. 2013 സെപ്റ്റംബറിൽ എനിക്കൊരു വില അനുസരിച്ച് ചെന്നപ്പോൾ ഏകദേശം ഒരു 5-6 സ്ക്രാപ്പ് ബസ്സിൻ്റെ ഇടയിൽ ഒരു പുതിയ ചേസിസ് കിടക്കുന്നു. ചേസിസ് വന്നതിൻ്റെ ഡേറ്റ് അതിൽ എഴുതിയിരുന്നത് 16/2/13, സീരിയൽ നമ്പർ 808. ആ ബസ്സിനെ കുറിച്ച് പരിശോധിച്ചപ്പം കാട്ടുപള്ളികൾ പടർന്നു കയറി, ബാറ്ററി പൊട്ടി ഒലിച്ച്, ടയറുകൾ മണ്ണിൽ പുതഞ്ഞ്
ഒരു തുരുമ്പെടുത്ത് എഞ്ചിൻ ഭാഗമെല്ലാം തുരുമ്പെടുത്ത് പോക്കോടെല്ലാം തുരുമ്പെടുത്ത് ദ്രവിച്ച് ഈ കണ്ടീഷനിൽ കിടക്കുകയുണ്ടായി. അതിൻ്റെ വിവിധ ആംഗിളിലുള്ള ഫോട്ടോ ഞാൻ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഏകദേശം 6:30-7 മണിയോട് മടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഈ വിവരം അറിഞ്ഞ് അവിടെ ഉടൻ തന്നെ ഓടിയെത്തി വീടുകളിൽ പോയ മെക്കാനിക് ഷാപ്പിനെ വിളിച്ചു വരുത്തി ഈ ബസ്സിനെ കെട്ടിവലിച്ച് അതിൻ്റെ യാർഡിൽ കൊണ്ടുപോയി അതിനെ ഒന്ന് വൃത്തിയാക്കി രാത്രി 10 മണിയോട് തന്നെ അതിൻ്റെ പകുതി ബോഡി ചെയ്തു വെച്ചു. പിറ്റേന്ന് രാവിലെ ഇതിനെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് ഞാൻ MD-ക്ക് കൊടുക്കുകയുണ്ടായി. 28/10/2013 വിജിലൻസ് ഓഫീസറും ഇൻസ്പെക്ടർമാരും കൂടി സെൻട്രൽ വർക്സിൽ പരിശോധന നടത്തിയ സമയം വാട്ടർ ടാങ്കിനു സമീപം ഒറ്റപ്പെട്ട നിലയിൽ ഒരു ചേസിസ് കിടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്തു ചെന്ന് നേരിട്ട് പരിശോധിച്ചതിൽ 16/2/2013 എന്ന് എഞ്ചിൻ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതും 008228 എന്ന നമ്പർ എഴുതിയിട്ടുള്ളതുമായ പുതിയ ചേസിസ് പ്രധാന ഭാഗങ്ങൾ തുരുമ്പ് പിടിച്ചും ടയറുകൾ മണ്ണിൽ പുതഞ്ഞും കാട്ടുവള്ളികൾ പടർന്നു പന്തലിച്ചു കയറി ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കാണുകയുണ്ടായി. 16/2/2013 എന്ന് രേഖപ്പെടുത്തിയതിൽ നിന്നും മാനേജ്മെന്റ് അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് എടുത്ത എന്നെ ആക്ഷേപിക്കാനും ആണ് ശ്രമിച്ചിട്ടുള്ളത്. വരുമാനത്തിൽ നിന്നോ ലാഭത്തിൽ നിന്നോ അല്ല പുതിയ ബസ്സുകൾക്ക് പണം കണ്ടെത്തുന്നത്, കടം വാങ്ങിയാണ്. കടമെടുത്ത വകയിൽ പലിശയ്ക്ക് മാത്രം വേണം പ്രതിമാസം 12.71 കോടി രൂപ. കടം വീട്ടാൻ പ്രതിമാസം മൊത്തം വേണ്ടത് 65.87 കോടി രൂപയാണ്. ഉന്നതരുടെ കമ്മീഷൻ ഭ്രമം കോർപ്പറേഷനെ എത്തിച്ചത് വൻ കടബാധ്യതയിലാണ്. ഇടപാടുകളിലെ കമ്മീഷൻ കോർപ്പറേഷനിൽ ഒരു രഹസ്യമേ അല്ല. പെയിന്റ് കമ്പനിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങാനായി ബസിന്റെ നിറം ഒറ്റയടിക്കു മാറ്റിയ കഥ വരെ ജീവനക്കാർക്കറിയാം. ജോലിയിൽ അലംഭാവമോ കൃത്യവിലോപമോ കാട്ടിയെന്ന് പറഞ്ഞ് മാനേജ്മെന്റ് എന്തെങ്കിലും നടപടിക്ക് മുതിർന്നാൽ ജീവനക്കാർ എല്ലാ കഥകളും വിളിച്ചു പറയും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിവെക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായി കോർപ്പറേഷൻ മാറിയത് ഈ പശ്ചാത്തലത്തിലാണ്. 621.28 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നഷ്ടം. ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിന്റെയും നഷ്ടം ആ സ്ഥാപനത്തിന്റെ മാത്രമല്ല, നാടിന്റെ തന്നെ നഷ്ടമാണ്. മരാമത്ത് പണികൾ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും ലാഭം കൊയ്യുന്നതും ലോബികളാണ്. ശബരിമല സീസണും മറ്റും തുടങ്ങിയാൽ ഇത്തരക്കാർക്ക് കൊയ്ത്തുകാലമാണ്. കോർപ്പറേഷനെ കറവ പശുവാക്കിയ ഇവർ കറവ വറ്റിയിട്ടും അകിടു പിഴിഞ്ഞ് ചോരയെടുക്കുകയാണ്. സർവീസുകളിൽ കൃത്യനിഷ്ഠയും മേന്മയും ഉറപ്പുവരുത്തുന്നതിനായി മാനേജ്മെന്റ് തലത്തിൽ എന്തു കണിശ നിയമങ്ങൾ കൊണ്ടുവന്നാലും ഇവിടെ അട്ടിമറിക്കപ്പെടും എന്നാണ് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ പരാതി. സംഘടനകളുടെ അമിതമായ ഇടപെടൽ ഭരണ നടത്തിപ്പിന് തടസ്സമാകുന്നു എന്നും പരാതി കേൾക്കുന്നു. ഒരു കണ്ടക്ടർ അയാളുടെ ഭാര്യയ്ക്ക് 9:45 പള്ളിക്കുടത്തിൽ പോകണം. ആ പള്ളിക്കുടത്തിൽ ആ വീട്ടുവാതിക്കെ നമുക്ക് വേണ്ടി ഒരു വണ്ടി കൊട്ടാരക്കരയ്ക്ക് ഓപ്പറേറ്റ് ചെയ്തു. എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ഞാൻ പിടിച്ചു. ഒരു ദിവസവും രാവിലെ 2 പേര് 3 പേർക്കുള്ള വണ്ടി കാണുകയില്ല. കാരണം 9:45 ആകുമ്പോഴത്തേക്ക് ആളുകൾ നേരെയുള്ള വണ്ടി പോയി കഴിഞ്ഞില്ലേ, വണ്ടി നിർത്തി. 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടുത്തെ നേതാവാ അയാൾ പറഞ്ഞു ഇവിടെ വണ്ടികളെല്ലാം വെട്ടി കുറയ്ക്കുന്നു. സംഭവം എന്ന് വെച്ചാൽ അവൻ്റെ ഭാര്യയ്ക്ക് വരാനുള്ള വണ്ടി വെട്ടി കുറച്ചതാണ്. KSRTCക്ക് ഇതര വരുമാനം എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം, തിരുവല്ല, അങ്കമാലി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതിക്ക് BOT കരാർ പ്രകാരം കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ തുടക്കം കുറിച്ചത്. ബസ് സ്റ്റേഷനുകളോടനുബന്ധിച്ച് പണിത ബഹുനില ബസ് ടെർമിനൽ സമുച്ചയങ്ങൾ ബാധ്യതയുടെ കൂടുതൽ കുരുക്കുകളിലേക്കാണ് KSRTCയെ കൊണ്ടുപോയത്. 2007 LDF സർക്കാരാണ് BOT അടിസ്ഥാനത്തിൽ വാണിജ്യ സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളൊക്കെ കഴിഞ്ഞ ഗവൺമെൻറ് വരുന്നതിനേക്കാൾ മുൻപ് തന്നെ നിയമസഭാ കമ്മിറ്റി ഇത് സംബന്ധമായി നിയമസഭാ കമ്മിറ്റിയുടെ തീരുമാനം നിർദ്ദേശമാണത്. ഗതാഗത ഇതര വരുമാനം അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്ന നിലയിലാണ് പ്രധാനമായും ഏറ്റവും മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഉള്ള പോസിബിലിറ്റീസ് ഉള്ള സ്ഥലങ്ങൾ എന്ന നിലയിൽ തിരഞ്ഞെടുത്ത് കുറേ കേന്ദ്രങ്ങൾ വെച്ചിട്ടുള്ളത്. എക്കണോമിക്കലി വയബിൾ അല്ലാന്നുണ്ടെങ്കിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർ അന്വേഷിക്കട്ടെ. അതെങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാന്നുള്ള കുറിച്ച് ചിന്തിക്കാനല്ലേ ഇവർക്ക് ഭരണം കൊടുത്തിരിക്കണേ. ഞങ്ങളുടെ ഭരണം പോയി, ഞങ്ങൾ ചെയ്ത് തെറ്റ്, ആ തെറ്റ് തിരുത്തിക്കോ. അങ്കമാലിയിൽ 34 കോടിയും കോഴിക്കോട്ട് 75 കോടിയും തിരുവനന്തപുരത്ത് 66 കോടിയും തിരുവല്ലയിൽ 36 കോടിയും ചെലവായി. സംയുക്ത സംരംഭത്തിനാണ് സർക്കാർ അംഗീകാരം നൽകിയതെങ്കിലും KTDFCയും KSRTCയും തമ്മിൽ ഒരു കരാറും ഒപ്പുവെച്ചിട്ടില്ല. ഫലത്തിൽ ഇപ്പോൾ 4 കോംപ്ലക്സുകൾ പൂർണ്ണമായും KTDFCയുടെ അധീനതയിലുമായി. KSRTCക്ക് ഇവയിൽ യാതൊരു അവകാശവും ഇല്ലെന്ന് ചുരുക്കം. പതിറ്റാണ്ടുകളായി ഇത്രയും കാര്യപ്രാപ്തിയില്ലാതെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നു. ഇടതു വലതു സർക്കാരുകൾ ഒന്നിടവിട്ട് ഭരിച്ചു, ഒന്നും ചെയ്തില്ല.
ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന രണ്ട് പ്രബല യൂണിയനുകൾ പരസ്പരം കണ്ണടച്ചുകൊടുത്ത് തൽപരക്കാർക്ക് സൗകര്യങ്ങളൊരുക്കി. തിരുവഞ്ചൂര് നശിപ്പിച്ചേ വരൂ, എന്തും പറയും. ഇനി എൻ്റെ ഒരു വിശ്വാസത്തിൽ അടുത്ത ഒരു കൊല്ലം പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാലത്ത് തന്നെ KSRTC കൂട്ടേണ്ടി വരും. വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്നവരും കണിശക്കാരും മികവുറ്റവരുമായ സ്ഥാപന മേധാവികളെ കേരളം കണ്ടിട്ടുണ്ട്. അത്തരം ഉദ്യോഗസ്ഥർക്ക് സ്റ്റിയറിംഗ് കൈമാറണമെന്ന് നിഷ്പക്ഷരും അഭ്യുദയകാംക്ഷികളുമായ ആളുകൾക്ക് അഭിപ്രായവുമുണ്ട്. എന്നാൽ അത്തരം കണിശക്കാർ തലപ്പത്ത് വരുന്നതിനെയും അട്ടിമറിക്കാനാണ് എല്ലാവരും ചേർന്ന് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ആർക്കും പരസ്പരം പഴിചാരാനാവില്ല. ചർച്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റോറി കണ്ടപ്പോൾ എന്തോ പ്രതികരിക്കാനുണ്ടെന്ന് തോന്നുന്നു താങ്കൾക്ക്? ഈ ബാലകൃഷ്ണനുള്ള ഈ ഇത്തരം കാര്യങ്ങൾ, ഇത്രയും അഴിമതികളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയതാണ്. അഴിമതിക്ക് ജയിലിൽ കിടന്ന ആളാണ് ഈ പറയണത്. ഞാൻ സത്യമേ പറയൂ എന്ന് പറയും, സത്യം മാത്രം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത, പറയാൻ ശ്രമിക്കാത്തൊരു നേതാവാണ് അദ്ദേഹം എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞല്ലോ KSRTC തൊഴിലാളി ഡീസലിൽ വെള്ളം ചേർക്കും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങൾ അത്ര മടയരാണ്, അത്ര മോശക്കാരാണ്? അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, അദ്ദേഹം കണ്ണടയ്ക്ക് മുമ്പ് KSRTC പൂട്ടണമെന്ന്. അതൊരാഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കണ്ടക്ടറുടെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സർവീസ് നടത്തുന്നു. ഒരു കണ്ടക്ടർ പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ് KSRTCയിലെ ജീവനക്കാർക്ക് പഞ്ചായത്ത് പൊതുമേഖല തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ വേണ്ടി അന്ന് UDFൽ പ്രശ്നമുണ്ടാക്കി നിയമസഭയിൽ നിയമം പാസ്സാക്കി ആ അവകാശം നിഷേധിച്ചത്. അദ്ദേഹം എന്താണെന്നും ഏതാണെന്നും ഒക്കെ ജനങ്ങൾക്ക് നന്നായി അറിയാം. തൊഴിലാളികൾ മുഴുവൻ കള്ളന്മാരാണെന്നും തിരുവഞ്ചൂർ പൂട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നും ഒന്നും അദ്ദേഹം പറയരുത്. പെയിൻറ്റ് ഇവിടെ പറഞ്ഞല്ലോ, ബസ്സുകളുടെ എല്ലാം നിറം മാറ്റാൻ കമ്പനികളിൽ നിന്ന് പെയിൻറ്റ് വാങ്ങിച്ചത്. അത് ആരുടെ കാലത്താണോ അദ്ദേഹത്തോട് ചോദിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാലത്താണ്. ഇവിടെ നീളം കുറഞ്ഞ വണ്ടി ഇറക്കിയല്ലോ, 100 വണ്ടി ഇറക്കിയല്ലോ. ഞങ്ങൾ അന്ന് എതിർത്തവരാണ്, ഭരണത്തിൽ ഇരുന്നുകൊണ്ട് എതിർത്തയാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്കിത് പറയാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ചെയ്ത ചീത്തപ്പേരാണ് UDFൻ്റെ തലയിൽ വന്ന് വീഴുന്നത്. KSRTCക്ക് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞതുപോലെ അതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാത്രം കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അദ്ദേഹം ഈ വകുപ്പ് ഏറ്റെടുത്തിട്ട് എത്ര നാളായി എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം KSRTC അത്ര വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിൽ ആണ് എന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? KSRTCയിലെ പ്രതിസന്ധി ഓരോ ദിവസവും മൂർച്ഛിച്ചു വരികയാണ്. ഒരുപക്ഷെ ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അവിടെയും വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്ന ഒരു ഇച്ഛാശക്തിയാണ് വാക്കുകളിലൂടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിൽ വലിയ മഹാത്ഭുതങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കൂട്ടായ്മയും KSRTCയുടെ വികസനവും ഉണ്ടായാൽ ഞാനൊരു ലാഭത്തിലേക്ക് KSRTC പോകണമെന്നൊന്നും പറയുന്നില്ല. ബ്രേക്ക് ഈവനും ഉടനെയൊന്നും എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷേ ലാഭവും നഷ്ടവുമില്ലാത്തൊരവസ്ഥയിലേക്ക് KSRTC എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ നേട്ടമായിരിക്കും. വലിയ ലാഭമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. തിരുത്താൻ പറ്റാത്ത തരത്തിലുള്ള ചില തീരുമാനങ്ങൾ നേരത്തെ എടുത്തു പോയതിൻ്റെ ഒരു അമിതഭാരം ചുമക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ പെൻഷൻ എന്ന് പറയുന്ന ഒരു ബാധ്യത, അത് ഒരു ശരിയായ തീരുമാനമായിരുന്നോ എന്ന് ചിന്തിക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? KSRTC അന്ന് ഒരു ഫയൽ പരിശോധിച്ച് ഫിനാൻസിന് അയച്ച് മന്ത്രിസഭ തീരുമാനമെടുത്ത അല്ലാതെ ഒരു മന്ത്രി പ്രഖ്യാപിച്ചു എന്നുള്ള ആക്ഷേപം നിൽക്കുക. പക്ഷേ ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിൽ കേരളത്തിലെ മറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന രൂപത്തിൽ വിരമിക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റും. 84 വരെ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നല്ലാതെ ആ സംവിധാനത്തിലേക്ക് വന്നേ പറ്റുള്ളൂ. പക്ഷേ അത് വരുമ്പോൾ തന്നെ അതിനുള്ള ഒരു വരുമാന മാർഗം കണ്ടെത്തണമായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രധാനമായി പറഞ്ഞത് ഈ 4 ഇടത്തെ എൻ്റെ ഗവൺമെൻറ് കാലത്ത് ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് എടുത്ത ഈ ടെർമിനലിനെ സംബന്ധിച്ച ഞാൻ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, KSRTCക്ക് അതൊരു ബാധ്യത ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഒരു പൈസ പോലും, നയ പൈസ പോലും KSRTCയിൽ അവിടെ ചിലവാക്കപ്പെട്ടിട്ടില്ല. പരിപൂർണമായും KTDFC BOT അടിസ്ഥാനത്തിൽ അവരുടെ പണം ഉപയോഗിച്ച് KSRTCയുടെ ഭൂമിയിൽ ഭൂമി വിട്ടു കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ പണിതാണ്. വരുമാനത്തിൻ്റെ 50% ആദ്യ മാസം മുതൽ തന്നെ KSRTC ഏൽപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. 2
കോർപ്പറേഷനുകൾ തമ്മിൽ കരാറിൽ ഏർപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു ആക്ഷേപം. രണ്ടും ഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള രണ്ട് പൊതുമേഖലാ സ്ഥാപനമാണ്. അതായത് നമ്മുടെ KSRTC ബസ് ടെർമിനൽ എന്ന പേരിലാണ് തമ്പാനൂർ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. ടെർമിനൽ നിർമ്മാണം നടക്കുന്ന കാലത്ത് ഓർഡിനറി സർവീസ് എല്ലാം ബസ്സിൽ റോഡിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തത്. അതായത് ബസ്സിൽ ആൾ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥലമാണ് ബസ് സ്റ്റേഷൻ. ശ്രീമ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായാലും കൈരൾ തിയേറ്ററിൻ്റെ സൈഡിലായാലും അവിടെ എല്ലാം ബസ് ഓപ്പറേറ്റ് സെൻറ്ററിലാണ്. ഈ ദുരിതം എന്ന് മാറുമെന്ന് ചോദിച്ചാൽ അന്ന് ടെർമിനൽ എന്ന് ഉദ്ഘാടനം ചെയ്യുന്നു അന്ന് മാറും എന്നാണ് അന്ന് ഭരണം തീർന്ന എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ ടെർമിനൽ നിർമ്മാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തോളമായി. ഇപ്പോഴും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഓർഡിനറി ബസ്സുകളെല്ലാം റോഡിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നെടുമങ്ങാട് പോകുന്നത് ചൈത്ര ഹോട്ടലിലാണ്. KSRTC തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. അല്ലേ, ഞാൻ പറയുന്നത് ബസ് ടെർമിനലിനകത്തേക്ക് ഈ ബസ്സുകളൊന്നും കയറുന്നില്ല, കയറാനുള്ള സ്ഥലം ഇല്ല എന്നാണ് പറയുന്നത്. അല്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകത്തുക എന്ന് പറയുന്നത് കെടുകാര്യസ്ഥത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. അത് തന്നെ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ശ്രീ അയ്യപ്പൻ നായർ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ മാസികയിൽ ലേഖനങ്ങൾ എഴുതുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് എന്താണ് പറയുക? മാത്യു ടി തോമസ് പറഞ്ഞതനുസരിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഇനി കരാറുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞ് ചത്തതിന് ശേഷം ജാഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലാണ് വരുന്നത്. അവർക്ക് തന്ന KSRTCയും KTDFCയും തമ്മിൽ ഒരു കരാറും നിലവില്ല. ആ സ്ഥലം KSRTC വക ആയിരുന്നില്ലേ മുമ്പൊരിക്കൽ? ഞാൻ പറയാം, അത് KSRTCയുടെ സ്ഥലം തന്നെയാണ്. KSRTCയുടെ സ്ഥലത്ത് KTDFC കെട്ടിടം പണിതു. ഗവൺമെൻറ് ഉത്തരവ് ഭരണവകുപ്പായ ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് KSRTCക്കും KTDFCക്കും ഒരുപോലെ ബാധക. എങ്കിൽ ആ ഉത്തരവിൽ അന്ന് വ്യക്തമായി പറയണമായിരുന്നു. അത് പറഞ്ഞ ആ ഉത്തരവിന്റെ കോപ്പി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? ആ കോപ്പിക്കകത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. 50% ഒന്നും പറഞ്ഞിട്ടില്ല. 50% ഷെയർ ഉണ്ട്. ഞാൻ പറഞ്ഞു എന്തിന് കിട്ടിയ കോപ്പിക്കകത്ത് അതിനകത്തൊന്നുമില്ല. ഏറ്റവും കണ്ണായ സ്ഥലമാണ് തിരുവനന്തപുരം തമ്പാനൂർ എന്നുള്ള സ്ഥലം. ആ സ്ഥലത്ത് ബസ്സുകളെല്ലാം റോഡിലേക്ക് പാർക്കിങ്ങും അവിടെ ബസ് സ്റ്റോപ്പും എല്ലാം മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ടെർമിനൽ പണി പൂർത്തിയാകുമ്പോൾ കിട്ടും എന്നുള്ള എല്ലാ ബസ്സുകളും അങ്ങോട്ട് മാറുകയും എല്ലാ തിരുവനന്തപുരം നിവാസികൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമാകും എന്നുള്ള ഒരു മിഥ്യാധാരണയോട് കൂടി അന്ന് എല്ലാ ആൾക്കാരും സഹകരിച്ചു. ഇപ്പോൾ 2014 ഫെബ്രുവരി 4 ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്ന് 2015 സെപ്റ്റംബർ ഇത്രയും ആയിട്ടും കൂടി അതിനകത്ത് ഒരു ബസ്സും കയറുന്നില്ല. പകരം ഉണ്ടായിരുന്ന റോഡിനെ ഡിവൈഡർ വെച്ച് രണ്ടാക്കി കൂടി ചെയ്തു. അതിനിടയ്ക്ക് തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ മാത്യു ടി തോമസ് മിനിസ്റ്ററായിരുന്നപ്പോൾ നടന്ന ഒരു അബദ്ധമൊന്നുമല്ലാതെ ഞാൻ വേറൊരു വാക്ക് അവിടെ ഉദ്ദേശിക്കുന്നില്ല. ആ 4 ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രധാനമായി ചിലത് തമ്പാനൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നമുക്കൊരു സമയം 63 ബസ് പാർക്ക് ചെയ്യാമായിരുന്നു. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമുക്ക് ഒരു സമയം പാർക്ക് ചെയ്യാവുന്ന ബസ്സുകളുടെ എണ്ണം 26ആണ്. അതിൻ്റെ രൂപകൽപ്പന ചെയ്തപ്പോൾ വേറെ എന്തോ പദ്ധതിയായിരുന്നു എന്നാണ് ഞാൻ ബന്ധപ്പെട്ടവരുടെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതൊരു വലിയ വീഴ്ചയാണ്. ഇപ്പം KSRTC ബസ് ഇടാൻ ആ ബസ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സ്ഥലമില്ല. ബസ് പോലീസ് സ്റ്റേഷൻ്റെ ഇടയിലും അപ്പുറത്ത് ടാക്സി സ്റ്റാൻഡിൽ വിട്ട് അവിടെ ദിവസവും മത്സരമാണ്. 1. 2, അങ്ങ് എന്ത് പറഞ്ഞാലും BOT വ്യവസ്ഥയിലാണ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനോ പെർമിറ്റ് കൊടുക്കണമെങ്കിൽ ഇതെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു വ്യവസ്ഥ അതിൽ വേണ്ടേ സാർ? ഞാൻ പറയാം. ഈ ഗവൺമെൻറ് ഓർഡർ വേഗമാണ്. ഞങ്ങളതൊക്കെ ഞാൻ വിവരാവകാശ നിയമം അനുസരിച്ച് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അത് നിലനിൽക്കില്ല എന്നാണ് നിയമവിദഗ്ധന്മാർ പറഞ്ഞത്. ഏതായാലും KTDFC അതൊട്ട് അംഗീകരിക്കുന്നു. ഒന്നുകൂടെ സാർ പറഞ്ഞോട്ടെ സാർ, അങ്കമാലി എന്തിന് സാർ അവിടെ ഇത്രയും കോടി കണക്കി? അല്ല, അങ്കമാലി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ വാടകയ്ക്ക് എടുക്കാനാളില്ല. അവിടെ ഈ നാട്ടുപട്ടികൾ കയറി കിടക്കുകയാണ് കൂട്ടിൽ. അല്ല, ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ചൊരു അഭിപ്രായം. ഇപ്പോൾ ഇങ്ങനെ ഒരു സംസാരത്തിലേക്ക് വന്നുകൊണ്ട് താങ്കൾ അതിനും കൂടി മറുപടി പറയണം. ഈ തിരുവല്ലയും അങ്കമാലിയും ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ 4 എണ്ണത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ പോലും ചില താല്പര്യങ്ങളുണ്ട്. തിരുവല്ല താങ്കളുടെ താല്പര്യമുള്ള സ്ഥലവും അങ്കമാലി ജോസ് തെറ്റേലിന്റെ താല്പര്യമുള്ള സ്ഥലവും ആയിരുന്നു എന്നൊരു ആക്ഷേപം കൂടി. 2006 LDF ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമസഭയിൽ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ അങ്കമാലി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുമെന്ന് UDF ഗവൺമെൻറ് തന്നെ പറഞ്ഞാണ്. അതുകൊണ്ടാണ് അങ്കമാലി പൈലറ്റ് പ്രോജക്റ്റായിട്ട് മാറിയത്. ഒന്നാമത്തെ പ്രോജക്റ്റായിട്ട് അത് മാറിയത്. ജോസ് തെറ്റയിൽ MLA ആകുന്നതിനോ ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പുള്ള പ്രയോറിറ്റിയാണ്. UDF ഗവൺമെന്റ് പ്രയോറിറ്റിയാണ് അങ്കമാലി. ഈ എമൗണ്ടിലല്ല, എമൗണ്ടിനായിരുന്നു. അത് കാലം മാറിയപ്പോൾ ചില കൂടി കെട്ടിടം അത് തന്നെ, കെട്ടിടം അത്ര നിലയ്ക്ക് തന്നെ. പക്ഷേ 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ റേറ്റ് മാറിയത്. ഇപ്പോഴത്തെ വിഷയം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തിരുവനന്തപുരത്തെ പാർക്കിങ്ങിനെ സംബന്ധിച്ചുള്ള എനിക്ക് വസ്തുനിഷ്ഠമായി പറയാൻ അറിഞ്ഞൂടാ. പക്ഷേ ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം നോക്കിയാൽ ഒരു പൈസയുടെ ബാധ്യത KSRTCക്ക് വരുന്നില്ല. അത് ഞാൻ അടിയുറച്ച് പറയാം. എവിടെ വേണേലും ഒരു പൈസ KSRTC ചിലവില്ല.
KTDFC പണിയുന്നു. KTDFC പണിതാൽ സാധാരണ BOT എങ്ങനെയാണ്? മുമ്പ് ശശിധരൻ പറഞ്ഞ പോലെ കാലാവധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ കാലാവധി വരെ വേറെ ആൾ വരുമാനം എടുക്കുക, ആ കാലാവധി വരെ അയാൾ കൈവശം വെക്കുക. ഇത് നേരെ തിരിച്ച് ആദ്യ മാസം മുതൽ തന്നെ 50% KSRTC. അപ്പോൾ ഒരു പൈസ മുതൽ മുടക്കില്ലാത്ത KSRTCക്ക് ആദ്യ മാസം മുതൽ തന്നെ 50% വരുമാനം കിട്ടുക. ആ വരുമാനം ഇന്ന് വരെ കരാർ വേണ്ട. കരാർ ഞാൻ ചോദിച്ചോട്ടെ, വളരെ നിസ്സാരമായ കാര്യം. കരാർ ഇല്ലായിരുന്നു തന്നെ വെച്ചു. ഗതാഗത വകുപ്പ് മന്ത്രിക്ക് രണ്ടുപേരെയും വിളിച്ചിട്ട് ഇതാണ് സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയാം. സർക്കാരിൻ്റെ ഉത്തരവുണ്ടല്ലോ. ഗവൺമെന്റ് ഉത്തരവ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് ബാധകമല്ല എന്നൊരു കേസുണ്ടോ? ഭരണവകുപ്പ് ഒന്ന് തന്നെ, ഭരണവകുപ്പ് രണ്ടാണെങ്കിലും കുഴപ്പമില്ല. ഗവൺമെന്റ് ഉത്തരവ് വന്നാലേ അത് നടക്കുള്ളൂ. ഗവൺമെന്റ് ഉത്തരവുണ്ട്. ഗവൺമെന്റ് ഉത്തരവ് ഞാൻ തരാം, കോപ്പി തരാം. എൻ്റെ കയ്യിലുണ്ട്. ഇത്ര അധികം പേജുകളുള്ള കോപ്പി എല്ലാത്തിൻ്റെയും ഉണ്ട്. ഞാൻ 4ൻ്റെയും കോപ്പി എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഉത്തരവ് ഒരേ ഭരണവകുപ്പ്, ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള KTDFCയും KSRTCയും സർക്കാർ ഇട്ട ഒരു ഉത്തരവ് KTDFCക്ക് ബാധകമാകാതെ വരുമോ KSRTCക്ക് ബാധകമാകാതെ വരുമോ? രണ്ടിനും ബാധകമാണ്. അതിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് ആദ്യ മാസം മുതൽ 50% വരുമാനം KSRTCക്ക്. കാലാവധി എന്നാ? ഈ 50% വരുമാനം മാത്രം ഈ BOT ഓപ്പറേറ്ററായ KTDFC കിട്ടുമ്പോൾ രണ്ടും പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ വിഴിഞ്ഞം പോലല്ല. വിഴിഞ്ഞം ഓർക്കണം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇത്രയും പ്രൈം ലാൻഡിൽ മുറികൾ വാടകയ്ക്ക് പോകാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ച് മുറികൾ പോകാനുള്ള ഏർപ്പാട് ചെയ്യണ്ടേ ഗവൺമെന്റ്? ഏതായാലും ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഈ ഗവൺമെന്റ് വലിയ നേട്ടമായി പറഞ്ഞല്ലോ. ഇപ്പൊ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉടനെ പഴയ ഗവൺമെന്റ് മാത്യു തോമസിന്റെ തലയിൽ അത് മാത്രമാണ് കയറ്റിയത്. പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് പണി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തിയതിനു ശേഷം പണി തീർക്കാത്തതാണ് പ്രശ്നം. പണി തീർക്ക്. സാർ ഇപ്പൊ ഒട്ടകത്തിന് തലവെക്കാൻ ഇടം കൊടുത്ത പോലെയായി. ഇപ്പം KSRTC ബസ് KTDFC സ്ഥാപനം ഉണ്ടാക്കിയത് സാറ് ഇതിലെ ആ എഗ്രിമെന്റിനെ സംബന്ധിച്ച് അങ്ങ് എന്ത് പറഞ്ഞാലും അവ്യക്തതയുണ്ട്. അവ്യക്തതയുള്ളത് ആ കെട്ടിടത്തിന്റെ തൊട്ടപ്പുറത്ത് ബസ് ബേ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്ഥലത്താണ് KSRTCയുടെ അവിടുത്തെ ഓഫീസ് കെട്ടിടം കിട്ടിയത്. അത് രണ്ടാമത് കിട്ടിയതാണ്. അവിടെ ആ കെട്ടിടം അവ്യക്തത ഉണ്ടെന്ന് ഇരുന്നോട്ടെ, അവ്യക്തത മാറ്റാൻ ഈ ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റില്ലേ? അവ്യക്തത ഉള്ളത് ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ അവ്യക്തത ഉണ്ടെങ്കിൽ, ഇല്ല എന്ന് തന്നെയാണ് എന്റെ കേസ്. ഉണ്ടെങ്കിൽ അവ്യക്തത ഉള്ളത് ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലാണ്. അവ്യക്തത ഉണ്ടെങ്കിൽ, ഇല്ല എന്ന് തന്നെയാണ് എന്റെ കേസ്. അത് അവ്യക്തത പരിഹരിക്കണം. നേരത്തെ ശ്രീ ജോസ് തെറ്റയിൽ പറഞ്ഞതുപോലെയാണ്, ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഞങ്ങളുടെ ഭരണം പോയി, പറഞ്ഞു. മന്ത്രിയാ പറഞ്ഞത് തിരുവല്ല വന്നത് എന്റെ ഒരു താല്പര്യത്തിലാണെന്ന് വെച്ചോ. എനിക്ക് അതിന് ഞങ്ങൾക്ക് പരിഭവമില്ല, ആക്ഷേപം കേൾക്കാൻ ഇല്ല, അങ്ങനെ ഒരു പരിഭവമില്ല. അങ്ങക്ക് വേണ്ടി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് KSRTC പണിതാലും ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് എതിർപ്പില്ല. അതുകൊണ്ട് തന്നെ പറയാത്ത ചുരുക്കത്തിൽ ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ കെടുകാര്യസ്ഥത ഇന്നും KSRTCയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടി വരും. ഇപ്പം ആരും ഈ പറഞ്ഞതുപോലെ ആരും പരസ്പരം പഴിചാരുകയോ അല്ലെങ്കിൽ പല്ലിനിടയിൽ കുത്തുകയോ ഒന്നും വേണ്ട. ഇത് എല്ലാവരും ഇതിന് ബാധ്യസ്ഥരാണ്. ഒരു കെടുകാര്യസ്ഥതയുണ്ടെന്ന് ഞാൻ സമ്മതിക്കില്ല. അല്ല, ബസ് ടെർമിനലിന്റെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സുതാര്യത എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ പത്രത്തിൽ എഴുതി പിടിപ്പിക്കുക എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സംഗതി ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ എന്ന് തിരികെ കൊടുക്കും എന്ന് ചോദിച്ചാൽ എല്ലാവരും ഞങ്ങൾ KSRTCയിലും KTDFC സംസാരിച്ചാണ് ഇത് എന്ന് തിരികെ കിട്ടും എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു ധാരണയില്ല, ആർക്കും അറിയില്ല. ഞാൻ പറയാം എന്നാണെന്ന്. അതായത് 50% വരുമാനം കൊടുത്ത് എന്ന് KTDFCക്ക് നിർമ്മാണ ചെലവ് പൂർണ്ണമായും ലഭിക്കുമോ അത് തിരികെ കൊടുക്കും. അതുകൊണ്ട് പിന്നീട് പറയാൻ പറ്റാത്ത എന്നാണ്. അല്ല, ഞാൻ പറയട്ടെ, KTDFC എന്ന് പറയുന്ന ഒരു സ്ഥാപനമല്ലേ. ആ സ്ഥാപനം മുതൽ മുടക്കി ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന്റെ മുടക്കിയ കാശ് തിരിച്ചു കിട്ടുന്നവരതിൻ്റെ ശരിക്കും BOT ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താ, അവൻ ഇഷ്ടം പോലെ റേറ്റ് വെക്കും. ഇതെന്താ, മുഴുവൻ പൈസ എടുക്കും. ഇത്രയും തൊഴിലാളി സംഘടനകൾ, ശക്തമായ തൊഴിലാളി യൂണിയനുകളുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്രത്തോളം അഴിമതി നടക്കുന്നു എന്ന് പറയുമ്പോൾ തൊഴിലാളി സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലിനെ സംബന്ധിച്ച് സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാവാനിടയുണ്ട്. ഇവിടെ 82% മാത്രമാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. 5600ഓളം സർവീസുകൾ അല്ലെങ്കിൽ അത്രയും ബസ്സുകൾ ഉണ്ടായിട്ടും അത്രയും സർവീസ് നടത്തുന്നില്ല. ഇതര സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഒക്കെ ഇതിലും കൂടെയാണ്. 99% സർവീസ് നടത്തുന്ന നമ്മുടെ അയൽ സംസ്ഥാനമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമുണ്ട്. കണ്ട ശേഷം തിരികെ എത്താം. സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ഡിജോ കാപ്പൻ. 5000 വാഹനം മേടിച്ചിട്ടിട്ട് 5000 വാഹനങ്ങൾ റോഡിൽ ഇറക്കിയാൽ 5000 വാഹനത്തിൽ നിന്ന് കളക്ഷൻ കിട്ടും. ആന്ധ്രയിൽ 99.8% ബസ്സുകളും ദിവസവും നിരത്തിലിറങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ 96% വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. കർണാടകത്തിൽ അത് 93% ഇറങ്ങുന്നുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ അത് 82% ഉള്ളൂ. അപ്പോൾ 18% ബസ്സുകൾ ഷെഡിൽ കിടക്കുമ്പോഴും അതിൻ്റെ ഫിക്സഡ് കോസ്റ്റ്
അല്ലെങ്കിൽ അതിന് ഡീസലിൻ്റെയും ടയറിൻ്റെ തേയ്മാനവും ഒഴിച്ച് ബാക്കി എല്ലാ ചെലവുകളും മണിക്കൂറുകൾ സെക്കൻഡുകൾ അടിസ്ഥാനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കറക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ഗതാഗത മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത പിറ്റേ ദിവസം ഞാൻ കോർപ്പറേഷനെ അടുത്ത ഒരു മാസത്തിന് ലാഭത്തിലാക്കുമെന്ന് പറയും. ഞങ്ങളുടെ ഈ സംഘടന പ്രവർത്തിക്കാൻ വേണ്ടി 25 വർഷമായി. ഈ 25 വർഷത്തിനിടയ്ക്ക് ഏത് മന്ത്രി വന്നാലും കേൾക്കുന്ന ഒരു പല്ലവി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു പുത്തിരിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മളിവിടെ ഇത്രയും തൊഴിലാളി സംഘടനകളുണ്ട്, ഇത്രയും തൊഴിലാളി സാന്നിധ്യമുണ്ട്, ഇത്രയും ശക്തമായ സംവിധാനങ്ങളുണ്ട്, ബസ്സുകൾക്ക് ഇത്രയും എണ്ണമുണ്ട്. പക്ഷേ സർവീസുകൾ നടത്താൻ കഴിയാത്തത് നേരത്തെ ശ്രീ മാത്യു തോമസ് സൂചിപ്പിച്ചതുപോലെ കട്ടപ്പുറത്തേക്ക് കയറുന്ന ബസ്സുകളൊന്നും തിരികെ ഇറങ്ങുന്നില്ല. മറ്റൊരു സംഗതി കൂടി ഉണ്ട്. ചില കട്ടപ്പുറത്തിരിക്കുന്ന ചില ബസ്സുകളുടെ സ്പെയർ പാർട്ടുകൾ അഴിച്ച് കുഴപ്പമുള്ള ബസ്സുകൾക്ക് മാറ്റിവെക്കുന്ന ഒരു സംവിധാനം കൂടി KSRTCയിൽ ഉണ്ട് എന്ന് കേൾക്കുന്നു. എന്തായാലും ഈ പ്രതികരണത്തിനോട് താങ്കൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഡിജോ കാപ്പൻ കുറേ കണക്കുകളുടെ ലോകത്ത് നിന്ന് കളിക്കുകയാണ്. KSRTCയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് തമിഴ്നാടുമായി കമ്പയർ ചെയ്യുന്നു. നമുക്കൊരു ഉദാഹരണം എടുക്കാം. തിരുവനന്തപുരം നാഗർകോവിൽ സെക്ടർ KSRTCയുടെ സ്റ്റോപ്പ് എത്ര, തമിഴ്നാട് RTCയുടെ സ്റ്റോപ്പ് എത്ര? KSRTC സ്റ്റോപ്പിൽ നിന്ന് ഓരോ ദിവസം കഴിയും തോറും അഡീഷണൽ സ്റ്റോപ്പുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം നിർത്തിയെടുത്തില്ല എങ്കിൽ അച്ചടക്ക നടപടിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നിർബന്ധമായും അനുസരിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. 21 സ്റ്റോപ്പ് വെച്ച് ആരംഭിച്ചുവെങ്കിൽ അവിടെ നിന്ന് 63ലേക്ക് KSRTC പോയി നിൽക്കുന്നു. ഈ പറഞ്ഞ ഒരു താരതമ്യ പഠനം നടത്തിയ ഒരു ഡിജോ കാപ്പൻ്റെ ഒരു സംഗതി വന്നല്ലോ. തിരിച്ച് നമ്മൾ നാഗർകോവിൽ പോയി തിരുനെൽവേലിയിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് ബസ്സിനകത്ത് കയറി ഇരുന്നാൽ 20-25 മിനിറ്റ് ആകുമ്പോഴേക്ക് ആ സീറ്റ് മുഴുവൻ എല്ലാ സീറ്റും ഫില്ലായതിനു ശേഷം മാത്രം ആ തമിഴ്നാട് RTC ഒരു സ്ഥലത്ത് നിർത്താതെ തിരുനെൽവേലി കൊണ്ട് നിർത്തുന്നു. KSRTC ടൗൺ ടു ടൗൺ സർവീസ് ആരംഭിച്ച അവസ്ഥ എന്താ? 4 സ്റ്റോപ്പോടെ തുടങ്ങിയെടുത്ത് 40 സ്റ്റോപ്പിൽ പോയി നിൽക്കുക. എന്തേ ഡിജോ കാപ്പിന് ഇത് കാണുന്നില്ല? അപ്പോൾ KSRTCയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് തമിഴ്നാട് RTCയേക്കാൾ കൂടുതലാണ് എന്ന് പറയുന്നിടത്ത് KSRTC വഹിക്കുന്ന സാമൂഹ്യ ബാധ്യത, പ്രതിബദ്ധത അതും കൂടെ കാണേണ്ടത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് ശക്തമായി ഇടപെടുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് തന്നെ കേരള കൗമുദി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഷാസിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു ഷാസി പണിതെടുക്കുന്നതിന്, ബോഡി ബിൽഡ് ചെയ്തെടുക്കുന്നതിന് 144 ഷാസികളുടെ ബോഡി ബിൽഡ് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനമേ വർഷോപ്പിലുള്ളൂ. പക്ഷേ ആ വർഷം വന്നിട്ടുള്ള ഏതാണ്ട് 200ഓളം ഷാസികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കമ്മീഷൻ, നേരത്തെ സതീഷ് സൂചിപ്പിച്ചതുപോലെ കമ്മീഷൻ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ അത്രയും കമ്മീഷൻ, ഒരു ഭീമമായ തുകയാണ് കമ്മീഷനായി പോകുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സംഘടനകൾക്കും ഒക്കെ അറിയാമായിരുന്നിട്ടും മിണ്ടാതിരിക്കുന്നു എന്ന ആക്ഷേപമാണ് പൊതുവിൽ നിൽക്കുന്നത്. ശ്രീ ശശിധരൻ, ഇവിടെ ഈ ഷാസി വാങ്ങുന്നത് സംബന്ധിച്ച അതിശയോക്തിപരമായ ചില കമൻറ്റുകൾ ഞാൻ കേട്ടു. 1000 രൂപ കമ്മീഷൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു മന്ത്രിയെ ഞാൻ കേരളം ഭരിച്ചിരുന്ന KSRTC ഭരിച്ചിരുന്ന മന്ത്രി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാൾ UDF മന്ത്രിമാരൊന്നും അങ്ങനെ ചോദിക്കാൻ വഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ തരംതാണ ചില കമൻറ്റുകളാണ്. ഷാസി വാങ്ങുന്നതിന് ഇതുപോലുള്ള ചില വീതം വെപ്പിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഞാനും കേട്ടിട്ടുണ്ട്. എനിക്ക് 44 കൊല്ലത്തെ അനുഭവം ഈ സ്ഥാപനത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്തുണ്ട്. ഇതിൽ വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തിയത് ഈ ഇരിക്കുന്ന ശ്രീ മാത്യു തോമസ് സാറാണ്. ഇത് ടെൻഡറിലൂടെ ഈ ബസ് വാങ്ങാൻ അദ്ദേഹം ധീരമായൊരു നിലപാടെടുത്തു. ആ നിലപാട്, അത്തവണത്തെ എടുത്ത നിലപാട് KSRTC ദോഷം വന്നു. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടാറ്റ കമ്പനിയിൽ നിന്നുള്ള 1000 വണ്ടിയാണെന്ന് വാങ്ങിയത്, ഏറ്റവും വില കുറച്ച്. ടാറ്റ കമ്പനിയുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇന്ത്യൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത് പുറത്തിറക്കാൻ തടസ്സം നിർത്തുന്ന, അതിൻ്റെ പല തടസ്സങ്ങൾ, അതിൻ്റെ മെക്കാനിസത്തിൽ ചില കുഴപ്പങ്ങളുള്ളതുകൊണ്ട് പെർമിറ്റ് ചെയ്യാതിരുന്ന വണ്ടി അവർ കൂട്ടിയിട്ടിരുന്നു ടാറ്റക്കാർ. ഈ വണ്ടികളാണ് ഇവിടെ കൊടുത്തത്. നമ്മൾ ഈ ടെൻഡറിലേക്ക് പോകുമ്പോൾ വില കുറഞ്ഞ കമ്പനികൾ കൊടുക്കേണ്ടി വരും. അത് തള്ളിക്കളഞ്ഞ വണ്ടിയൊന്നും വാങ്ങിച്ച് റോഡിലിറക്കാൻ ആർക്കും പറ്റില്ല. ഇപ്പം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം സർട്ടിഫിക്കേഷനുള്ള അന്നത്തെ സ്റ്റാൻഡേർഡ്സ് എല്ലാത്തിനോടും കൺഫേം ചെയ്യുന്ന വാഹനങ്ങൾ മാത്രമാണ്. ടെൻഡറിൽ ടാറ്റ കമ്പനി താഴേക്ക് വന്നു, മത്സരം ഉണ്ടായതുകൊണ്ടല്ല ടെൻഡറിലേക്ക് വന്നു. അതുകൊണ്ട് ആദ്യത്തെ വർഷം 2006 വണ്ടി വാങ്ങിയില്ല. 2007 80% അവർക്കും, അല്ല 60% അവർക്കും, 40% അശോക് ലൈലായിരുന്നു. ഇത് വെച്ച് നേരിയ വ്യത്യാസമുണ്ടായിരുന്നു. പിറ്റേ വർഷം മത്സരം കുറച്ചുകൂടെ കടുത്തു. അപ്പോൾ കുറച്ചുകൂടി താണലിലേക്ക് അശോക് ലൈലാൻഡ് വന്നു, അവർക്ക് 80% കൊടുത്തു. അപ്പോൾ ഏതാണ്ട് ഈക്വലായിട്ട് അന്ന് വന്നു. ഈ 2005 വാങ്ങിയ വിലയേക്കാൾ 20% കുറഞ്ഞ വിലയ്ക്ക് 2007 വാങ്ങാൻ കഴിഞ്ഞെന്ന് ചെറിയ കാര്യമല്ല. കാരണം 80 തൊട്ടുള്ള കണക്ക് വെച്ച് എല്ലാ വർഷവും 10% കൂടുകയാണ്. ആ കൂടുന്നിടത്താണ് 2005 വാങ്ങിയതിനേക്കാൾ 20% കുറഞ്ഞ്, അതായത് ആ കണക്ക് വെച്ചാണ് 2005 വാങ്ങിയതിനേക്കാൾ 2006 10% കൂടാം,
2006 വാങ്ങിയിരുന്നുവെങ്കിൽ അതിനേക്കാൾ 10% 2007 കൂടാം. 20 20 കൂടേണ്ട അടുത്ത് 20 കുറഞ്ഞു. ഇപ്പോൾ 2 വണ്ടിക്ക് ഒരു വണ്ടി KSRTC കിട്ടി. അത് ഞാൻ കുറ്റം പറയുന്നില്ല. അതിപ്പോൾ വാങ്ങിയവരോ മറ്റോ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ വേറെ നേരത്തെ പറഞ്ഞതുപോലെ 1000 രൂപ അഴിമതിക്ക് വേണ്ടി ചെയ്തു എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. സതുദ്ദേശത്തോടെ ചെയ്തു. എന്തായാലും ആ വണ്ടികൾ മുഴുവൻ ഇപ്പം കട്ടപ്പുറത്തായി. അദ്ദേഹം ഒന്ന് അന്വേഷിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഷാസിയുടെ കാര്യത്തിൽ മാത്രമല്ല, സ്പീഡ് ഗവർണർ ആ ഗവൺമെൻറ് കാലത്ത് വാങ്ങിച്ചത് 14,960 രൂപയ്ക്കാണ്. LDF ഗവൺമെൻറ് കാലത്ത് വാങ്ങുന്നത് 10,000 രൂപയ്ക്കാണ്. 14,960 15 എന്ന് വെച്ചു. ഈ ടിക്കറ്റ് മെഷീനുകൾ വാങ്ങിയിരുന്നത് 8,000 രൂപയ്ക്ക് വാങ്ങിച്ച് അതേ മെഷീൻ അതേ കമ്പനിയിൽ നിന്ന് വാങ്ങിയത് 4,000 രൂപയ്ക്ക്, പകുതി വിലയ്ക്കാണ്. അല്ല, ഇവിടെ കണക്കുകൾ നോക്കിയാൽ അത്തരത്തിലൊരു സൂചന, ഇത്രയും മന്ത്രിമാരുടെ കാലഘട്ടത്തിൽ നഷ്ടം ഏറ്റവും കുറച്ചത് താങ്കളുടെ മന്ത്രിസഭയിലാണെങ്കിൽ താങ്കൾ മന്ത്രി പദത്തിലിരുന്ന സമയത്താണ് എന്ന തരത്തിലാണ് കണക്കുകൾ. 155 മന്ത്രിയുടെ ഒരു വ്യക്തിപരമായ നേട്ടമായിട്ട് ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല. അതൊരു കൂട്ടായ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ കൂട്ടായ പ്രവർത്തനത്തിൽ INTUC, CITU, INTUCയും മാനേജ്മെൻറ്റും എല്ലാവരും. അഴിമതി ഒരു വലിയ ഘടകം തന്നെയാണ് KSRTCയിൽ എന്നുള്ളതിന് ചില സൂചനകളുണ്ട്. ഞാൻ വിജിലൻസ് ഓഫീസറായിരിക്കുമ്പോൾ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഡിപ്പോയിൽ നിന്നും ചില കണക്കുകൾ ശേഖരിക്കുകയുണ്ടായി. KSRTCക്ക് ആവശ്യമില്ലാത്ത സ്പെയർ പാർട്സുകൾ വാങ്ങിച്ച് പെട്ടി പോലും പൊട്ടിക്കാതെ പാപ്പനംകോട് സെൻട്രൽ വെക്സിലെ സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ ഡിപ്പോയിലും എത്ര സാധനം ഉണ്ടെന്നും അത് എത്ര രൂപയ്ക്കുണ്ടെന്നും സമഗ്രമായ കണക്ക് ഇട്ടപ്പോൾ ഏകദേശം 9 കോടി രൂപയുടെ സാധനങ്ങളുണ്ടായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം. 2009 മുതലുള്ള കണക്കുകളാണ് ഞാൻ എടുത്തത്. അത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉണ്ട്, ഇത് മന്ത്രിയോ MDയോ അറിഞ്ഞുകൊണ്ടുള്ള സംഭവമല്ല. KSRTCയിലെ ഉന്നതന്മാരായ ചില ഉദ്യോഗസ്ഥന്മാർ മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ചില സംഭവങ്ങൾ. ഈ 9 കോടി രൂപയുടെ സാധനങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തണം, ശരിയായ രീതിയിൽ ഒരു ശിക്ഷ നടപടി ഉണ്ടാവണം എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതേവരെ അതിനെപ്പറ്റി ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. പെയിൻറ്റ് അത് ചാനലുകൾക്ക് ചർച്ച വന്നിട്ടുള്ളതാണ്. കേരളത്തിലെ ഒരു പൊതുവിപണിയിലും ലഭിക്കാത്ത KSRTC കോടികൾ വാങ്ങുന്ന പെയിൻറ്റ് മൈസൂർ ആസ്ഥാനമാക്കിയ വൃന്ദാവൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് KSRTC പെയിൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. 4 ലിറ്ററിൻ്റെ ഒരു ടിന്നെടുത്ത് പൊട്ടിച്ചാൽ അതിന് കിട്ടുന്ന പെയിൻറ്റ് എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. ഇത് തെളിവ് സഹിതം റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് മാത്രം അന്നത്തെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ആര്യാട് മുഹമ്മദ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് കൊടുക്കുകയും അത് അതിൻ്റെ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്ന് അറിയുന്നു. ശ്രീ ശശി സാറിന് ഇത്തരത്തിലുള്ള അഴിമതികൾ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും ശ്രമം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി എന്താണ്? KSRTCയിൽ അഴിമതി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ശ്രീ വസുന്ധരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടുകൾ പലതും ശരിയല്ല എന്നാണ് ഞാനത് കുറേ കൂടുതൽ അന്വേഷിച്ച ഒരാളാണ്. ഈ സംഭവത്തെക്കുറിച്ച് വളരെ ആഴ്ന്നിറങ്ങി അന്വേഷിക്കാൻ ശ്രമിച്ച ഒരാളാണ്. ഒന്നാമത് അദ്ദേഹത്തിന് ഈ മേഖലയിൽ പരിചയമില്ല. അദ്ദേഹം കണ്ടക്ടർ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ വിജിലൻസ് ഓഫീസറായ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാങ്കേതിക പരിജ്ഞാനം ഇതിൽ പല കാര്യങ്ങളും സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും പെയിൻറ്റിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ സാങ്കേതിക പരിജ്ഞാനവും അതിന് ടെക്നിക്കലായ ഒരുപാട് വശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിച്ചപ്പോൾ പൂർണ്ണമായി ഞാൻ കള്ളമെന്ന് പറയുന്നില്ല. ചില കാര്യങ്ങളിൽ ചില വാസ്തവമുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെയും ചൂണ്ടിക്കാണിച്ചതുപോലെയും ഇത് മുഴുവൻ അഴിമതിയാണ്, ഇവിടെ ഉള്ള ഓഫീസർമാർ മുഴുവൻ കള്ളന്മാരാണ് എന്നുള്ള ഒരു ആരോപണം 1% പോലും ശരിയല്ല. അത് ഇപ്പോൾ ആൻറ്റി കറപ്ഷൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാവും. താങ്കൾക്ക് അതിൻ്റെ ഒരു മറുപടി പറയാനുള്ള? ഈ സ്പെയർ പാർട്സിനെ സംബന്ധിച്ച് കൊടുത്ത റിപ്പോർട്ടിന്മേൽ ഒരു അന്വേഷണം നടത്താതെ കൊണ്ടാണ് 14/11/2014 ഇറക്കിയ ഉത്തരവാണിത്. ഈ സാധനങ്ങൾ ആക്രി വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. അന്ന് കൊടുത്ത പെയിൻറ്റ് കേസിനെ സംബന്ധിച്ചോളം ആ പെയിൻറ്റ് ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല. ആ പെയിൻറ്റ് നല്ലതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടത് കണ്ണിന് വാങ്ങിച്ചില്ല? അപ്പോൾ അതിന് അഴിമതി തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾക്ക് കിട്ടിയ കണക്കനുസരിച്ച് ഏതാണ്ട് 2000-ഓളം ആളുകൾ നീണ്ട അവധിയിലാണെന്നും ലൈറ്റ് ഡ്യൂട്ടി, അതർ ഡ്യൂട്ടി എന്ന രീതിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരാണെന്നും, അതർ ഡ്യൂട്ടി എന്ന് പറയുന്നതിന് കള്ളത്തരത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് മാറാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ഉള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സതീഷ്, അതർ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ ശാരീരികമായിട്ട് ഇപ്പം വണ്ടി ഓടിക്കാൻ കഴിയാതിരിക്കുക, കണ്ടക്ടർ ഡ്യൂട്ടി ചെയ്യാതിരിക്കുക കഴിയുക, അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. ഈ ലൈറ്റ് ഡ്യൂട്ടി അർഹതപ്പെട്ടവർക്കും അർഹതപ്പെടാത്തവർക്കും കിട്ടാറുണ്ട്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ബന്ധപ്പെട്ട അംഗീകൃത യൂണിയനുകളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തവർക്കും ലൈറ്റ് ഡ്യൂട്ടി അതർ ഡ്യൂട്ടി കിട്ടും.
KSRTC മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ 250 പേര് ജോലി ചെയ്യേണ്ട തസ്തികയിൽ 600 പേര് അതർ ഡ്യൂട്ടിന് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഈ എല്ലാവരും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരല്ല, പക്ഷേ സമ്മർദ്ദം കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ നിർബന്ധിതരായിത്തീരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ പോയപ്പോൾ ഒരു ഹാർട്ട് സർജറി, ശ്രീചിത്രയിൽ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരാൾ, വെള്ളറ ഡിപ്പുള്ള ആളാണ്, ഡ്രൈവർ, വണ്ടി ഓടിക്കാൻ പറ്റില്ല, വണ്ടി ഓടിച്ച പ്രശ്നമാണ്, സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഇയാളെ പിന്തുണയ്ക്കാൻ ഒരു യൂണിയൻകാരും തയ്യാറല്ല. യൂണിയൻകാർ തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് തയ്യാറല്ല. അങ്ങനെ അയാൾ കരഞ്ഞ് പറഞ്ഞ് അവിടെ നിൽക്കുന്നതും ജനറൽ മാനേജർ കണ്ട് കരയുന്നതും ഞാൻ കണ്ടതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ യൂണിയൻകാർ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും അല്ലാത്തവരെ യൂണിയൻ സപ്പോർട്ട് ചെയ്യുകയും യൂണിയൻകാർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പരിഗണിക്കൂ നിലപാടിലേക്ക് മാനേജ്മെൻറ്റ് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള പാവങ്ങൾ വഴിയാധാരമായി പോകുന്നത്. 3000-ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഞാൻ നേരത്തെ നൽകിയിരുന്നു. ശ്രീ ആർ ശശിധരൻ്റെ മറുപടി പറഞ്ഞാൽ വസുന്ധരൻപിള്ള കൊടുത്ത റിപ്പോർട്ടിൽ ടെക്നിക്കൽ ബിരുദമില്ല അല്ലെങ്കിൽ സാങ്കേതിക ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാകുന്ന അംഗീകരിക്കേണ്ട എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. കാരണം അല്ല, അത് നമ്മൾ ഒരിക്കലും മുഖവിലക്കെടുത്തില്ല. കാര്യം താങ്കളെ നിയമിച്ചത് സർക്കാർ ആയതുകൊണ്ട് അത്തരത്തിൽ താങ്കളുടെ അർഹതയെ സംബന്ധിച്ചൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡ് മുമ്പിൽ 10ാം ക്ലാസ് മനസ്സിലാക്കണം, അദ്ദേഹത്തെ നിയമിച്ചത് ഇതൊന്നും പരിശോധിക്കാനല്ല. വിജിലൻസ് ഓഫീസർ എന്ന് പേരാണെങ്കിലും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമില്ല. അതേസമയം ഇതുണ്ട്, ഈ അതർ ഡ്യൂട്ടിയുടെ കാര്യമുണ്ട്. അതിന് മറുപടി ഞാൻ പറയാം. KSRTC ഡയറക്ടർ ബോർഡിൽ എത്ര വിവരമുള്ളവരുണ്ടെന്നുള്ളത് സ്വയം ചിന്തിക്കുന്ന നന്നായിരിക്കും. അതുകൂടെ ഈ ചർച്ചയിൽ വരട്ടെ. അപ്പോൾ ഏകദേശം 3000-ഓളം ജീവനക്കാർ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കുമെന്ന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഏകദേശം 2300 കണ്ടക്ടർമാർ, ഏകദേശം 1800 ഡ്രൈവർമാർ, ഇവരെല്ലാം വിവിധ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു. സർവീസ് കണ്ടക്ടറില്ല, ഡ്രൈവറില്ല. ഇവരെല്ലാം സംരക്ഷിക്കുന്നതും ഈ ഭരണകക്ഷി യൂണിയൻ നേതാക്കന്മാർ തന്നെയാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ സെൻട്രൽ വർക്സിൽ 2013 ബോഡി വർക്കിന് വേണ്ടി 400-ഓളം താൽക്കാലിക ജീവനക്കാരെ പോസ്റ്റ് ചെയ്യുണ്ടായി. ബോഡി വർക്ക് ചെയ്ത് തീർന്ന ശേഷം ഇവരെ അവിടെ തന്നെ നിലനിർത്തിയിരുന്നു. ഇവർ അവിടെ വർക്കില്ല, ഒരു ജോലിയും ഇല്ല. മാസങ്ങളോളം അവർക്ക് ഫുൾ ശമ്പളം കൊടുത്തു. ആ സമയത്ത് വികാസ് ഭവൻ, സിറ്റി, പാപ്പനംകോട് മുതലുള്ള ഡിപ്പോകളിൽ മെക്കാനിക് സ്റ്റാഫ് ഇല്ലാതെ അവിടെ ഓവർ ടൈം കൊടുക്കുന്നു. ഈ ജീവനക്കാരെ തൊട്ടടുത്ത ഡിപ്പോയിൽ പോലും ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കാത്തതും യൂണിയൻകാർ തന്നെയാണ്. അപ്പോൾ KSRTC ഘടകാരസ്ഥിതിക്ക് യൂണിയൻകാർക്കും നിർണായക പങ്കുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് തീർച്ചയായും മറുപടിക്ക് അർഹതയാണ്. ഇതിലൊന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഈ ഭരണത്തിൽ വരുന്നവരുടെയും ഭരണകക്ഷിയുടെയും ശുപാർശ അനുസരിച്ചുള്ള കാര്യങ്ങൾ. ഇദ്ദേഹം KSRTCയിൽ ഒരു കണ്ടക്ടറായി സർവീസിൽ കയറി ഏറ്റവും കുറഞ്ഞ, ഏറ്റവും ജൂനിയർ മോസ്റ്റ് ATO ആയിരിക്കുമ്പോൾ ഏറ്റവും സീനിയറായ ATO ഇരിക്കേണ്ട കസേരയിൽ പോസ്റ്റ് ചെയ്തത് ഇദ്ദേഹം ഭരണകക്ഷിയായ ഞങ്ങളുടെ യൂണിയനിലെ ആളായിരുന്നു കൊണ്ട് തന്നെ. അത് അദ്ദേഹം പറഞ്ഞ തെറ്റല്ല. അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇവിടെ അടുത്ത കാലം വരെ 2000-ഓളം ലൈറ്റ് ഡ്യൂട്ടി ഇവിടെ ഉണ്ടായിരുന്നു. 3000 എന്നുണ്ടെന്ന് ശരിയല്ല, അതൊക്കെ വേഗമായ കണക്കാണ്. 2000-ഓളം പേരുണ്ടായിരുന്നു. ഞങ്ങൾ 2 യൂണിയനും, ഒരു യൂണിയനല്ല, 2 യൂണിയനും ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണമെന്നും ഭരണകക്ഷിയും പ്രതിപക്ഷവും നിയന്ത്രണം വേണമെന്നും ഇതിൽ സുതാര്യമായ ഒരു ഇടപെടൽ വേണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു. എല്ലാത്തിനും യൂണിയനായി ഇങ്ങനെ കണ്ണുടച്ച് ആക്ഷേപിക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കണം. സുതാര്യത വേണം. അങ്ങനെ പറഞ്ഞു. KSRTCയിൽ 42,000 തൊഴിലാളിയുണ്ട്. ഏകദേശം 40,000-ഓളം തൊഴിലാളിയുണ്ട്. ഈ തൊഴിലാളികളിൽ അനാരോഗ്യവുമായ വളരെ കൂടുതലുണ്ട്. കാരണം ഡ്രൈവർ, കണ്ടക്ടർ പോലുള്ള. അപ്പോൾ അതിനൊരു നിയന്ത്രണം വരികയും 3 മാസത്തേക്ക്, ആദ്യത്തെ 3 മാസം ഒരു സിവിൽ സർജന് കുറയാത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കും. പിന്നെ കൊടുക്കണമെങ്കിൽ 3 മാസം കൂടെ കൊടുക്കണമെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ റെക്കമെൻഡേഷൻ വേണമെന്ന് പറഞ്ഞൊരു നിയന്ത്രണം ഏർപ്പെടുത്തി. അല്ലാതെ നേരത്തെ ആണെങ്കിൽ ഇത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കൊണ്ട് അന്ന് യൂണിയൻ്റെ ഒരു ശുപാർശയും വേണ്ട, ഒരു യൂണിയൻ്റെ ശുപാർശയും വേണ്ട. അദ്ദേഹം പറയട്ടെ, അങ്ങനെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അനുസരിച്ച് 2 പ്രാവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ കിട്ടാതെ വരുന്നത്. അർഹത ഉള്ളവർക്ക് ഇനിയും കിട്ടാനുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. പക്ഷേ ഇന്ന് അതർ ഡ്യൂട്ടിയുടെ എണ്ണം 2000-ൽ നിന്ന് 600-ആയി കുറഞ്ഞിരിക്കുന്നു. അത് KSRTCയുടെ ഒരു വലിയ മാറ്റമാണ്. താങ്കളുടെ ഭരണകാലത്ത് ഇത് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ കഴിയുമോ ഉണ്ടായിട്ടുണ്ടോ? അല്ലെ, എല്ലാം ക്രമപ്രകാരം നടന്നു എന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ കാലത്ത്. പക്ഷേ പരമാവധി മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ഇടപെട്ടുകൊണ്ടിരുന്നത് ഇത് കാണുന്നിടത്തൊക്കെ അത് ഇല്ലായ്മ ചെയ്യാനും ഏറ്റവും സുതാര്യമായി നടത്താനും കൂടിയുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ 2006 ഗവൺമെൻറ് വരുന്ന സമയത്ത് ബോഡി നിർമ്മാണം അയൽ സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. സംസ്ഥാനങ്ങളിൽ ചെയ്യുമ്പോൾ കൂടുതൽ ലാഭം എന്നൊരു കണക്കാണ് നിയമസഭയിൽ എന്നെക്കൊണ്ട് പോലും പറയിക്കാൻ ശ്രമിച്ചത്. എനിക്ക് നിയമസഭയിൽ പറയാൻ തന്ന മറുപടിക്കകത്ത് അയൽ സംസ്ഥാനത്തെ ലാഭം നോക്കിയപ്പോൾ ഇവിടുത്തെ ഓവർഹെഡ് ചാർജസ്, നമ്മുടെ വർക്ക്ഷോപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഷോപ്പ് അങ്ങനെ കണക്ക് കൂട്ടി ഇതെല്ലാം അങ്ങോട്ട് ചെയ്യണമെന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ ഞാനത് പരിശോധിച്ചിട്ട് മറ്റ് വ്യത്യസ്തമായ മറുപടി ഞാൻ നിയമസഭയിൽ പറഞ്ഞു. ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ചില ആളുകൾ ചില കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെയുള്ള ആളുകളുടെ കൈകളിലേക്ക് ഇതിൻ്റെ പരിപൂർണമായ നിയന്ത്രണം പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് പൊതുസമൂഹവും അതുപോലെ തൊഴിലാളി യൂണിയനുകൾ അക്കാര്യത്തിൽ നല്ല പങ്ക് വഹിക്കണം. അവർ
നിരന്തരം ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ ഇതിലൊരു ജാഗ്രത കൂടുതലായി കാട്ടിയാൽ ഇത് തടയാനാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. KSRTC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തവർ ഉന്നയിച്ച ചില സംശയങ്ങൾക്ക് ഗതാഗത മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ഈ സർക്കാർ ഈ സാമ്പത്തിക പ്രശ്നവും ഇന്നത്തെ പ്രതിസന്ധിയും പരിഹരിക്കുന്നതിന് തുടങ്ങിവെച്ച പല പരിപാടികളും അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ അങ്ങ് ശ്രമിക്കുമോ? അത് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 7,10,00,000 രൂപ എന്നുള്ള ലക്ഷ്യത്തിൽ ജീവനക്കാർ ഇതെത്തിച്ചു തന്നാൽ KSRTC ആർക്കും ഒരു ബാധ്യതയാകുകയില്ല. ഇത് നോ പ്രോഫിറ്റ് നോ ലോസ്, ഇതായിരിക്കും ഇത് വരാൻ പോകുന്നത്. കെടുകാര്യസ്ഥത വാനോളം പ്രസംഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ കെടുകാര്യസ്ഥത ഉണ്ട് എങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് വളരെ ചെറിയൊരു കാലഘട്ടം കൂടെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന വേളയിൽ ഈ വ്യവസായത്തിനൊരു ശുഭ സന്ദേശം നൽകിയ അങ്ങ് സമീപഭാവിയിൽ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? അങ്ങ് പ്രതീക്ഷയോടെയാണ് ആ മെസ്സേജ് കൊടുത്തത് എങ്കിൽ ഞങ്ങൾക്കും അങ്ങിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുവാനുള്ള വകയുണ്ടോ എന്നാണ് ചോദ്യം. ഞാനൊരു കാര്യം പറയാം, ജീവനക്കാരെ കോൺഫിഡൻസ് എടുക്കാതെ ഇതിനകത്ത് ഒരു പരിഷ്കാരവും നടക്കുകയില്ല. നമ്മൾ പഴയ ഒരു നഷ്ടക്കണക്കുണ്ട്, ആ നഷ്ടക്കണക്ക് പറഞ്ഞ് ഉള്ള ആളുകളുടെ കൂടി മനം മടിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോകരുത്. എനിക്കിതിനകത്ത് ഒരു കാര്യമുള്ള പെൻഷൻ കൊടുക്കാൻ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല, എനിക്ക് തന്നെ വിഷമായി. ഞാനെന്ത് ചെയ്തു? എൻ്റെ ശമ്പളം മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതൊരു വലിയ കാര്യമായിട്ടൊന്നുമല്ല. ഉടനെ ഇവർ നേരെ ഇവിടെ വിവരാവകാശം അനുസരിച്ച് ഞാൻ ശമ്പളം മേടിച്ചോ എന്ന് എഴുതി ചോദിക്കാൻ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം ഞാൻ ശമ്പളം മേടിക്കാൻ തീരുമാനിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊക്കെ ഗിവ് ആൻഡ് ടേക്കാണ്. ഒരു സ്നേഹത്തിലും കോൺഫിഡൻസിലും പോകേണ്ട കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചു കളിച്ചോ ഏതെങ്കിലും നമ്മൾ ഇങ്ങനെ തുറന്നു നോക്കിയോ ആത്മാർത്ഥത കണ്ടെത്താൻ ശ്രമിക്കരുത്. ഗവൺമെൻറ്റുകൾ ഇങ്ങനെ ഓരോ കാലത്തും വന്നുകയും പോവുകയോ ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നല്ലോ. ആരും ഈ പെൻഷൻ ഫണ്ടിനെ കുറിച്ച് ആലോചിച്ചുമില്ല, ആരും അതിനു വേണ്ടി ശ്രമിച്ചുമില്ല. ഇപ്പോൾ പെൻഷൻ ഫണ്ടായി, പെൻഷനായി, അത് കൃത്യതയോടുകൂടി കൊടുക്കുമെന്നുള്ള നിലയായി. ഇനിയിപ്പോൾ പഴയ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഒരു ഗവേഷണം നടത്തി ആരെയെങ്കിലും വിഷമിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഏതായാലും ഈ നില തന്നെ നന്നായി തുടങ്ങി. KSRTC പെൻഷൻ വിഷയത്തിൽ 20 കോടി രൂപ ഈ സർക്കാർ കൊടുക്കുകയും ബാക്കി KSRTC മാനേജ്മെൻറ്റ് 15-ാം തീയതിക്ക് മുമ്പ് കൊടുക്കുമെന്നാണ് അന്ന് അങ്ങ് പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാ മാസവും 15-ാം തീയതി കൊടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ് ഒരു വസ്തുത. അത് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ ഒരു കാര്യം അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങ് അധികാരമേറ്റതു മുതൽ 7 കോടി രൂപ വരുമാനം ഉണ്ടാക്കണം എന്ന് അങ്ങ് എപ്പോഴും പറയുന്നു. എന്നാൽ കഴിഞ്ഞ ജനുവരിയിലുണ്ടായ 170 കോടി രൂപയ്ക്ക് അപ്പുറം ഏതെങ്കിലും ഒരു മാസം ഇതിൻ്റെ ശരാശരി വരുമാനം ആ തരത്തിൽ എത്തിക്കുവാൻ അങ്ങക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങ് വന്നതിന് ശേഷം 2 ദിവസം മാത്രമാണ് കളക്ഷൻ 7 കോടി 10 ലക്ഷത്തിലേക്കും 6 കോടി 83 ലക്ഷത്തിലേക്കും എത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഈ മാനേജ്മെൻറ്റിന് കർശനമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇത് പരിഹരിക്കുവാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങയുടെ പക്ഷത്തുണ്ടോ എന്ന്. 2 ചോദ്യമാണ് ചോദിച്ചത്. അതിൽ അവസാനിപ്പിച്ച ചോദ്യം ഞാൻ ആദ്യം എടുക്കാം. ഒന്ന്, കളക്ഷൻ വർദ്ധിപ്പിക്കാൻ മന്ത്രി മാത്രം വിചാരിച്ചാൽ മതിയോ? അത് ജീവനക്കാരാണ്, വണ്ടിയിൽ പോകുന്ന സർവീസ് പോകുന്ന ആളുകൾ. അതിൽ സംസാരിച്ച യൂണിയൻ നേതാവിനേക്കാൾ ഉത്തരവാദിത്തം വണ്ടിയിൽ പോകുന്ന ജീവനക്കാരാണ്. അവർ കളക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്താൽ നന്നായി നടക്കും. രണ്ടാമത്തെ പ്രശ്നം പെൻഷൻ. ഒരു ദിവസം 15-ാം തീയതി ഒത്തില്ല. എന്താണ് ഓഗസ്റ്റ് 15 അവധിയാണ്. ഓഗസ്റ്റ് 15 ഇപ്പോൾ സാധാരണഗതി കേരളത്തിൽ സാലറി പോലും കൊടുക്കേണ്ട നിശ്ചിത ദിവസം അവധി ദിവസമാണെങ്കിൽ പിറ്റേ ദിവസമല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവധി ദിവസം ഒന്ന് മാറി 15-ഉം 16-ഉം കൊടുക്കാൻ പറ്റിയില്ല, 17-ാം തീയതി കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 48 മണിക്കൂറാണോ KSRTCയുടെ പ്രശ്നം? നഷ്ടം സഹിച്ച് ബാധ്യതയിൽ മുങ്ങി പ്രാരാബ്ധം പേറി ഓടുന്ന ഈ ഗതാഗത കോർപ്പറേഷനെ രക്ഷിച്ചെടുക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിനായി ഉണ്ടാവുന്ന കീറാമുട്ടികൾ എടുത്തു മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട്. ഇനിയുള്ള ചർച്ചകൾ പുരോഗമിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലാണ്. പരിഹാര നിർദ്ദേശങ്ങൾ ഉരുത്തിരിയേണ്ടതുണ്ട്. അത്തരത്തിലൊരു പങ്കാളിത്തം വായനക്കാരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.